ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര കേട്ടാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത ചില മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത ചില ആളുകളുണ്ട്. ഞാൻ ചില സമയങ്ങളിലൊക്കെ ചിന്തിക്കാറുണ്ട്, ഇതെന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെയായി തീരുന്നത്. വേദപുസ്തകത്തിൽ ഓരോ കാലങ്ങളിൽ നമ്മൾ നോക്കിയാലും ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ കാണാറുണ്ട്. ഇനിയും അടുത്തത്, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ചിലരും ഉണ്ട്. അവരും പ്രാർത്ഥിച്ച് കുഴയുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പം ദൈവിക ന്യായവിധികൾ ആവർത്തിച്ച് വരുമ്പം ദൈവം ആരാണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ശ്രമിക്കാതെ, മാനസാന്തരപ്പെടാതെ ദൈവത്തെ നിന്ദിച്ച് ദുഷിച്ച് പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിൽ പോകുന്ന കുറച്ച് മനുഷ്യരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ ചില സമയങ്ങളിൽ നല്ല മിക്ക സമയങ്ങളിലും കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണോ പോകുന്നത്, എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഞാൻ എവിടെയാണ് ക്രമപ്പെടുത്തേണ്ടുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മളെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുള്ള ആത്മീയരായ ആളുകളെല്ലാം അങ്ങനെ തന്നെയുള്ളവരാണ്. എപ്പോഴും ദൈവത്തോട് ചേരാൻ ആഴമായ ദാഹത്തോടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ദൈവവചന സന്ദേശത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ഒക്കെ നമ്മൾ ആ ഒരു ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള കാരണം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഇതുവരെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്, അവരോട് എത്ര ബുദ്ധിയുപദേശം കൊടുത്താലും പ്രാർത്ഥിക്കണം, പാപത്തിൽ പോകരുത്, ഈ പരിപാടികളൊക്കെ നിർത്തണം എന്നൊന്നും പറഞ്ഞാലും അവരെ അത് ബാധിക്കത്തില്ല. അവര് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ പോകും. എന്ത് ചെയ്യാനാണ്? അവരെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹവും ഇല്ല. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 9-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ബാധകളാൽ മരിച്ചു പോകാത്ത മനുഷ്യർ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വഹിയാത്ത പൊന്ന്, ചെമ്പ്, വെള്ളി, കല്ല്, മരം തുടങ്ങിയ ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. കുലപാതകം, ശുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവിച്ചിട്ടും ഇവർ മാനസാന്തരപ്പെടുന്നില്ല. എന്താണ് ഈ പറയുന്ന ഭാഗത്ത് സംഭവിച്ച കാര്യങ്ങൾ? നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർമാനമായി നടക്കുന്ന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 9-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, കഷ്ടം ഒന്ന് കഴിഞ്ഞു, ഇനിയും 2 കഷ്ടം പിന്നാലെ വരുന്നു. അടുത്തത് 13 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഒരു കഷ്ടത എന്താണ്, ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ആ കഷ്ടത, അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 6-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹളമുള്ള 6-ാം ദൂതനോട്. ഓക്കെ, ഈ വാക്യമാണ് നമ്മൾ കാണുന്നത്. എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്നത് ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ അല്ലെങ്കിൽ ആ മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുന്നു. ഈ ദൂതന്മാരെ അഴിച്ചുവിട്ട് കഴിയുമ്പോൾ ഭൂമിയിൽ മുൻകാലങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ ഒരു മഹാകഷ്ടത ഉണ്ടാകാനായിട്ട് പോവുകയാണ്. എന്താണ് ഈ യൂഫ്രട്ടീസ് നദി? ആരാണ് ഈ 4 ദൂതന്മാർ? എന്താണ് ആ കഷ്ടത? അതിനെക്കുറിച്ച് ചില ചിന്തകൾ, ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് പോവുകയാണ്. 6-ാം കാഹളം അതേ ധ്വനിച്ചപ്പോഴാണ് ഇത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ യൂഫ്രട്ടീസ് നദി എന്ന് പറയുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഏദനിലെ ഒരു നദികളിൽ ഒന്നായിരുന്നു ഈ യൂഫ്രട്ടീസ് നദി. പിന്നീട് വേദപുസ്തകത്തിന്റെ ഈ ഒരു ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ മഹാനദിയുടെ തീരത്താണ് ഈ ലോകത്തിലെ പല സാമ്രാജ്യങ്ങളും ഉടലെടുത്തത്. അതിൽ
പ്രധാനപ്പെട്ട ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത് പുരാതന ബാബിലോണാണ്. ഈ ഒരു ബാബിലോൺ പിന്നീട് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ബാബിലോണ്യ സാമ്രാജ്യം എല്ലാ കാലത്തും ദൈവരാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്നതായിട്ടും സകല ദുർഭൂതങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും എല്ലാം എന്താ പറയുന്നത് ആരംഭം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമായിരുന്നു ഈ യൂഫ്രട്ടീസ് നദീതീരത്ത് ഉള്ള ഈ ഒരു ബാബിലോണ്യ സാമ്രാജ്യം എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. യെശയ്യാവ് 13-ാം അധ്യായത്തിലേക്കും ഒക്കെ നമ്മൾ വരുമ്പോൾ സകല ദുർഭൂതങ്ങളുടെയും കേളീരംഗമാണ് ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത്. സകല ദുരാത്മാക്കളുടെ പാർപ്പിടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആരാണ് ഈ 4 ദൂതന്മാർ? നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ലെങ്കിലും ബന്ധിച്ചിരുന്നവരെ അഴിച്ചുവിടുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ മനുഷ്യന് ഉപദ്രവം വരുത്തുവാൻ അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന വലിയ കഷ്ടത വരുത്തുവാൻ ശക്തിയുള്ള പ്രാപ്തിയുള്ള എന്താ പറയുന്നത് ദൂതന്മാർ അല്ലെങ്കിൽ വിനാശകാരികളായ ദൂതന്മാരായിരിക്കാം, പൈശാചിക ശക്തികളായിരിക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ സംഹാര താണ്ഡവം കൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിലെ മനുഷ്യരുടെ 1/3 നശിപ്പിക്കപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നയാണ്ട് മാസം നാഴിക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ഈ കഷ്ടത ഉണ്ടാകുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും, അനുസരണം കെട്ട, മാനസാന്തരമില്ലാത്ത, ദൈവ ഭയമില്ലാത്ത, ദൈവത്തിനെതിരെ നിൽക്കുന്ന മനുഷ്യരെ ഒരു പക്ഷേ ദണ്ഡിപ്പിക്കുവാൻ ദൈവം ഈ വിനാശകാരികളായ ദൂതന്മാരെ ഉപയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. അടുത്തത് ഈ കുതിരപ്പടയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യവുമായിട്ട് നമുക്കതിനെ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഈ കുതിരപ്പടയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മുഖം എന്ന് പറയുന്നത്, ഈ കുതിരയുടെ തല എന്ന് പറയുന്നത് സിംഹത്തിന്റെ തലയും വാല് പാമ്പിന്റെ വാലും ആണ്. അപ്പം ഇത് ആക്ഷരികമായ ജീവികൾ തന്നെയാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ അവിടെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഇതിന്റെ വായിൽ നിന്ന് തീയും ഗന്ധകവും പുറപ്പെടുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ന്യായമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു വർത്തമാനകാലത്തിലേക്ക് നമുക്ക് പോകാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനും US-ഉമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. കുറച്ച് വർഷങ്ങളായി ഈ ഒരു ഇറാഖ് എന്ന് പറയുന്ന രാജ്യം, ഇറാഖ്, ഇറാൻ, ഈ രാജ്യങ്ങളൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണവ ശക്തികൾ എന്നവർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഈ ഒരു രാജ്യങ്ങളെ പേടിക്കുന്നുണ്ട്. അമേരിക്ക പല സമയങ്ങളിലും എന്താ പറയുന്നത് വാണിങ്ങുകൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും ബാധിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും എന്താ പറയുന്നത് ഗൗനിക്കാതെ തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഴയകാല ബാബിലോണ്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാഖ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാബിലോണ്യ അല്ലെ യൂഫ്രട്ടീസ് നദീതീരത്ത് നിന്ന് അഴിച്ചുവിട്ട ദൂതന്മാർ ഈ മനുഷ്യ ജാതിക്ക് വലിയ നാശം വരുത്തും എന്ന് പറയുന്നതിനെ ചില വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് ഇറാഖ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് രാസായുധ പ്രയോഗങ്ങൾ ഉണ്ടാകാം, ആണവാക്രമണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അണുബോംബ് അവർ പൊട്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ മനുഷ്യരിൽ 3-ൽ ഏകദേശം 1 ഭാഗത്തോളം മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത്. ഈ ഒരു അണുപ്രസരണം കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള 1/3 ഒറ്റ നിമിഷം കൊണ്ട് മരണത്തിനിടയായി തീരും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. സെക്കരിയാവ് 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും എങ്ങനെയാണ് യഹോവയാം ദൈവം ശിക്ഷിക്കുന്നത്? അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൺതടത്തിൽ തന്നെ അവരുടെ കണ്ണ് ചീഞ്ഞഴുകും, നാവ് വായിൽ ചീത്തയായി പോകും,
അടുത്തത് നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോകും എന്നുള്ളതാണ്. അപ്പം കണ്ടോ, അപ്പം ശരിക്കും പറഞ്ഞാല് ഈ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ഈ 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വിനാശകരമായ ആണവ ആക്രമണം തന്നെയാകാം ഉണ്ടാകുന്നത്. അതായത് ഇത്തരത്തിലുള്ള പൈശാചിക ആത്മാക്കൾ ഭരണാധിപന്മാരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ നിയന്ത്രിച്ച് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അപ്പം അന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ആക്ഷരികമായി അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ ഒന്നുകൂടെ നമുക്ക് പുതുക്കുകയും നമ്മുടെ കർത്താവിലുള്ള ധൈര്യം ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഭാഗത്തെ കാണുന്നത്. അടുത്തത് 26, 20, 21 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ബാധകളിൽ മരിച്ചു പോകാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ കുറച്ചു പേര് ശേഷിച്ചു. അവരെന്ത് ചെയ്തു? അവരുടെ ദുഷ്ടത വിട്ട് അവർ മാനസാന്തരപ്പെട്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം ഇവ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. കണ്ടോ? അപ്പോൾ ഈ കാര്യമാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും മാനസാന്തരപ്പെടാത്ത ചില മനുഷ്യരുണ്ട്. ഈ ഒരു മഹോപദ്രവ കാലഘട്ടത്തിൽ ഇത്രയധികം കഠിനമായ ദൈവിക ന്യായവിധികൾ വന്നിട്ടും മാനസാന്തരപ്പെടാതെ, മടങ്ങി വരാതെ, അനുദപിക്കാതെ, ഹൃദയാന്തർഭാഗത്ത് ഒരു മടങ്ങിവരവിന്റെ ലക്ഷണം പോലും കാണിക്കാതെ തന്നിഷ്ടപ്രകാരമുള്ള വഴികളിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് എത്ര വേദനയോടെയാണ് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പല ആൾക്കാരും ഈ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ വിഷയങ്ങൾ പറയുമ്പം അവരെക്കുറിച്ച് ഓർത്തിട്ട് ഒത്തിരി വേദനപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അവരോട് സങ്കടം തോന്നാറുണ്ട്. ചിലർ പറയുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും ഇന്ന കാര്യം തുടരുകയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി ഉപവസിച്ചു. മദ്യപിക്കുന്നവർ, എന്താ പറയുന്നത്, അസന്മാർഗിക വഴികളിൽ പോകുന്നവർ, അവരുടെ ജീവിത പങ്കാളിമാർ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവർ വേദനയോടെ പറയുക, ഒത്തിരി നാൾ കൊണ്ട് ഉപവസിച്ചു, ഒത്തിരി നാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്താ ഇതൊന്നും മാറാത്തത്? ഞാനും പല സമയങ്ങളിലും അവരോട് നിസ്സഹായതയോടെ സംസാരിക്കാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയുന്നത്, ഈ ലോകത്തിന്റെ പ്രഭു പലരുടെയും കണ്ണിനെ കുരുടാക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുറവുകൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുവാനും തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം സംഭവിച്ചിട്ടും അവൻ മാനസാന്തരപ്പെട്ടില്ല, മടങ്ങി വന്നില്ല എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും അടുത്തൊരു സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം. ആമേൻ. ഗോഡ് ബ്ലസ് യു.